പറ്റില്ല. ഫോൺ ചെക്കന്മാരോട് ചൂടായിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ എന്ത് ധൈര്യത്തിലിരിക്കും? ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോ ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന അമ്മാവൻ, അമ്മയും പോലീസ് കസ്റ്റഡിയിൽ. കഠിനകുളത്ത് ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിലായ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിനിടെ കൊലപ്പെടുത്തി കാമുകൻ. പ്രൊഫഷനുകളെ വെല്ലുന്ന കൂർമ്മബുദ്ധിയോടെ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോരുത്തരായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പോത്തുണ്ടിയിലെ ചെന്താമര. തിരുവനന്തപുരം നെട്ടയത്ത് സഹപാഠിയെ ബസ്സിൽ വെച്ച് കൊല്ലാൻ കത്തിവീശിയ +2 വിദ്യാർത്ഥി. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച പോക്സോ കേസ് അതിജീവിതയെ തലഭിത്തിയിലിടിപ്പിച്ച് മൃതപ്രായയാക്കിയ ചോറ്റാനിക്കരയിലെ അനൂപ്. കാലിക്കറ്റ് സർവകലാശാലയിൽ പരസ്പരം തലതല്ലിപ്പൊളിച്ച് വിദ്യാർത്ഥികൾ. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന അമ്മ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി, കേരളം ഞെട്ടേണ്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൊച്ചി ഗ്ലോബൽ സ്കൂളിലെ കുട്ടികൾ 15-കാരനായ തങ്ങളുടെ സഹപാഠിയെ ബസ്സിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിപ്പിച്ചു, മുഖം പൂഴ്ത്തിവെച്ചു, ഫ്ലഷ് അമർത്തി. ഒടുവിൽ ഈ കുട്ടി 28 മിഹിർ എന്ന ആൾ 28ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കേരളീയ സമൂഹത്തിൽ സംഭവിച്ച ക്രൂരതകളുടെ ചില വാർത്തകൾ മാത്രമാണിത്. കേരളം ഞെട്ടിത്തരിക്കുകയാണ്. എന്താണ് നാടിന് സംഭവിക്കുന്നത്? ഒറ്റപ്പെട്ടവ എന്ന് പറയുമ്പോഴും കേരള മനസാക്ഷിക്ക് അപകടകരമാം വിധം മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? കൊന്നും കൊലവിളിച്ചും അറപ്പ് മാറിയോ? പ്രത്യേക ചർച്ച ആരംഭിക്കുന്നു. ഖാദർ കരിപ്പൊടി കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. സക്കറിയ ജോർജ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീമതി ഡോക്ടർ LC ഉമ്മൻ, സൈക്കാട്രിസ്റ്റും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ സക്കറിയ ജോർജ്, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഈ 2 വയസ്സുകാരിയുടെ ഒരു കൊലപാതകമാണ്. അതും വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടി, അച്ഛൻ പറയുന്നു അച്ഛൻ്റെ കൂടെയാണ്, അമ്മ പറയുന്നു അമ്മയുടെ കൂടെയാണ് ഉറങ്ങിക്കിടന്നതെന്ന് പറയുന്നു. ഈ കുട്ടിയെ അമ്മയുടെ സഹോദരൻ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് ജീവനോടെ കൊലപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ചന്താമരയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇവിടെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് കാമുകിയെ കുത്തിക്കൊല്ലുന്ന കാമുകനെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം വാസനകൾ, സംഭവങ്ങൾ നമുക്കിടയിൽ വല്ലാതെ വർദ്ധിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്ന് മാർട്ടിയേഴ്സ് ഡേ ആണ്. മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന 77 വർഷം കഴിഞ്ഞിട്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ പോലുള്ള പുണ്യവാളനായ പ്രോഫറ്റ്, അദ്ദേഹത്തെ പ്രോഫറ്റ് ഓഫ് പീസ്, പ്രോഫറ്റ് ഓഫ് ട്രൂത്ത് ഒക്കെ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്ന ഒരു നാട്ടിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ് ബുദ്ധിയുള്ളവരുടെ ചിന്ത. കാരണം മഹാത്മാവിനെ പോലും സ്പെയർ ചെയ്യാത്ത ഒരു രാജ്യത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ രാഷ്ട്രീയ എതിർചേരിയിലുള്ള ആൾക്കാർ ചിലർ ഗാന്ധിജിയുടെ എഫിജി കോലം ഉണ്ടാക്കി അതിനകത്ത് ബ്ലഡ് ബാഗ് വെച്ച് അതേ വെടിവെച്ച് ഡൽഹിയിൽ വെച്ച് കാണുന്നു. ഒരു സർക്കാരും ഒരു നടപടിയും അതിനെതിരെ എടുക്കുന്നില്ല. അടുത്തത് ഒരു IAS ബോംബെയിൽ അവർ ഗാന്ധിജിയെ തള്ളിക്കൊണ്ട് ഗോഡ്സേനെ സ്തുതിക്കുന്നു. ഇനി അടുത്തത് IPS ഈ ഗോഡ്സെ പൂജിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം തന്നെ ഘാതകനെ വന്ദിക്കുകയും മഹാത്മാവിനെ നിന്ദിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു, ജനറേഷൻ ടു കം വിൽ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് എ വൺ as this ever in flesh and blood walked upon this earth എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ, വിദേശിയായ വ്യക്തി, ഗാന്ധിജിയെ പറ്റി പറഞ്ഞത്. അതുപോലെ ഈ ഭൂമിയിൽ ഇതുപോലൊരു വ്യക്തി കാൽ ചവിട്ടും പാദം സ്പർശിക്കില്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം ഇവിടുത്തെ ഈ വർഗീയ ഭ്രാന്തുള്ളവരും അല്ലെങ്കിൽ ചെറിയ വിഷൻ ഉള്ളവരും സ്വഭാവ ദൂഷ്യക്കാരും ഒക്കെ ഗാന്ധിജിയെ അടുത്തറിയുന്നില്ലേലും
ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ തന്നെ ഇത്തരത്തിൽ വിവരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി അടുത്തത്, നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് മാറ്റി BNS ആക്കി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറ്റി BSA ആക്കി, CRPC മാറ്റിയിട്ട് BNS ആക്കി. ഇതൊക്കെ ആക്കി കഴിയുമ്പോൾ ഇവിടെ കുറ്റകൃത്യം കഴിയുമോ? ഇന്ത്യൻ എന്നുള്ളതിന് ഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാറുമോ? അല്ല. നിയമം നടപ്പാക്കേണ്ടതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്ന് ജുഡീഷ്യറിയും പോലീസും പ്രോസിക്യൂട്ടേഴ്സും എല്ലാം കൂടെ നിന്നാലേ ഇവിടെ കുറ്റകൃത്യം തീരത്തുള്ളൂ എന്നുള്ളത് നേഴ്സറി കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സത്യമാണ്. ഇനി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നവോത്ഥാന മതിൽ കെട്ടി. ഈ മതിൽ കെട്ടിയതിന് ശേഷം സ്ത്രീപീഡനം കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. നവകേരള യാത്ര നടത്തി, കൊലപാതകങ്ങൾ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള യാത്രകളും അല്ലെങ്കിൽ മതിലുകളും അല്ലെങ്കിൽ നിയമത്തിൻ്റെ പേര് മാറ്റുന്നതൊക്കെ ഒരു ഐവാഷായിട്ടും ആർക്കൊക്കെ സന്തോഷിപ്പിക്കാനും സൂപ്പിക്കാനും അവർക്ക് വേണ്ടി എന്തോ ഖാദി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതല്ലാതെ ഇന്ത്യയിലെ കോമൺ മാൻ, ദരിദ്രവന് സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചർച്ചയെ പറഞ്ഞു, RSSൻ്റെ നേതാവ് ശ്രീ മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞു, ഈ പ്രാൺപ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. ഞാൻ പറയുന്നു, പ്രാൺപ്രതിഷ്ഠ വഴിയല്ല സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണക്കാരനായ സ്ത്രീക്കും പുരുഷനും ദുർബലരായ മനുഷ്യർക്ക് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ അവരെ ആക്രമിക്കാതിരിക്കുകയും വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവരെ ആരും കയറി തല്ലിക്കൊല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടെന്നും അല്ലെ ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരു പൗരന് കിട്ടിയെന്ന് തോന്നുന്നത്. പിന്നെ വെൽഫെയർ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഇതെല്ലാവരുടെയും വെൽഫെയർ വെൽബീയിങ് നോക്കാൻ ഈ പോലീസിനും പട്ടാളം ഓഫ് കോഴ്സ് അവർ ചെയ്യുന്നുണ്ട്. അവർ രാജ്യത്തെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ജീവൻ തന്നെ ബലികഴിപ്പിച്ച് അവരിതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു പരമാർത്ഥമാണ്. പക്ഷേ നമ്മുടെ ഇന്റേണൽ എനിമീസായി ഇവിടുത്തെ കുറ്റകൃത്യങ്ങളെ മാഫിയക്കാര്, പാറമടക്കാര്, അല്ലെങ്കിൽ മണൽ മാഫിയ, മണ്ണ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഈ മാഫിയകളെയൊക്കെ കൺട്രോൾ ചെയ്ത് ഈ രാജ്യത്തെ മനുഷ്യന് നല്ല സ്വൈര ജീവിതം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ള ഒരു സത്യമാണ്. കൊച്ചുകുട്ടികൾ നമ്മുടെ പോലീസ് സംവിധാനം നമുക്കറിയാം, ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ പ്രതികളെ വളരെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്, പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്, അവർക്ക് കുറ്റകൃത്യം കോടതികളിൽ പലതും തെളിയിക്കപ്പെടുന്നുണ്ട്, ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നുമുണ്ട്. കുറച്ചുകൂടി നമ്മുടെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് അത്തരം കാര്യങ്ങളിൽ ഈ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലും അതിൽ ആക്ഷൻ എടുക്കുന്നതിലും കാര്യമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഈ പലപ്പോഴും ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ട്, ചില സ്വാധീനങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്തരം പ്രമാദമായ കേസുകളിൽ പോലീസ് ഒട്ടും പുറകോട്ടല്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അല്ല, നമുക്ക് ചേർത്ത് വായിക്കാം. ഇപ്പം എന്തേണ്ട കൊലപാതകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രതിയെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ പിടിച്ചിട്ട് USPമാർ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അവർ ഭയങ്കര വീരകൃത്യം ചെയ്ത പോലൊക്കെ പറയുന്നു. ഈ ജീവൻ രക്ഷിക്കണമായിരുന്നു. ചെന്താമരെ കൊല്ലാതിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരാൾ മരിച്ചിട്ട് വന്ന് പത്രസമ്മേളനം ചെയ്യുന്നു, അതിലെ പ്രതിയെ പിടിച്ചിടുന്നല്ല, ആ ജീവൻ കണ്ണിലെ കൃഷ്ണമണി മാതിരി കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല പോലീസിന്റെ പ്രധാന ഡ്യൂട്ടി ടു പ്രിവെന്റ് ക്രൈംസ് ആണ്, പ്രിവെൻഷൻ ഓഫ് ക്രൈംസ് ആണ്, ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ സിറ്റിസൺ ആണ്. ആദ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ട ലൈഫാണ്. ലൈഫ് ഒരാളുടെ പോയി കഴിഞ്ഞാൽ ആർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ആ വിഷയം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ സക്കറി ജോർജ്, ശ്രീ വി മോഹനൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ബാലരാമപുരം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ വി മോഹനൻ, ഈ പറഞ്ഞ നമ്മൾ രാവിലെ മുതൽ വളരെ വേദനയോടെ കേൾക്കുന്ന കാര്യമാണ് ആ 2 വയസ്സുകാരിയുടെ മരണം. അത് ഒരമ്മാവൻ കിടക്കപ്പായൽ ജീവനോടെ എടുത്ത് എറിയുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്ന മനസാക്ഷിയുള്ള ആളുകളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, വാട്സപ്പ് ചാറ്റുകളൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്, അമ്മയും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുടുംബവുമായൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലൊക്കെ പരിചയമുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടി ആയിരിക്കുമല്ലോ താങ്കൾ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഹലോ. നാടിനെ ഒന്നാകെ ഞെട്ടിച്ച, നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തിയ വളരെ സങ്കടകരമായൊരു സുവിശേഷമാണ്
കൊലപാതകമെന്ന് തന്നെ പറയാം. അത് സംഭവിച്ചത് ബാലനാപുരത്ത് കോട്ടുകൾക്കോണം എന്ന സ്ഥലത്താണ്. ഇന്ന് വെളുപ്പിന് 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മാവനാണ് പ്രതി എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പൂർണ്ണമായും അത് കൺഫേം ചെയ്തിട്ടില്ല. വീട്ടിനകത്തുള്ള അവസരങ്ങളോ മറ്റു വിഷയങ്ങളോ എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ഒരു മരണാനന്തര ചടങ്ങ് നടക്കാവുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ചടങ്ങ് നടക്കേണ്ട സ്ഥലത്താണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. കുട്ടിയുടെ അച്ഛൻ അമ്മയുമായി പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ചടങ്ങിന് വേണ്ടി അദ്ദേഹം തലേദിവസം രാത്രി വന്ന് അവിടെ തങ്ങുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. രാവിലെ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. മാതാവ് കുട്ടിയെ അച്ഛൻ്റെ അടുത്ത് കിടത്തിയെന്നും അതല്ല സഹോദരൻ്റെ അടുത്ത് കിടത്തിയെന്നും 2 വാദങ്ങൾ അവർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ വിഷയം അവർ പറഞ്ഞതാണ്. ആദ്യം അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടിയെ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടത്തി. ഞാൻ ബാത്റൂമിൽ നിന്നപ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, ആരാണെന്ന് വിളിച്ച് ചോദിച്ചു, എന്നിട്ട് പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ന് വെളുപ്പിലെയാണ് ഈ വിഷയം നാട്ടുകാരും അതോടൊപ്പം തന്നെ അടുത്ത പൊതുപ്രവർത്തകരായ ഞാനടക്കം അറിയുന്നത്. അറിയിച്ച ഉടനെ തന്നെ പോലീസ് സ്പോട്ടിൽ എത്തിച്ചേർന്നു. ഫയർഫോഴ്സിനെ വിളിച്ചു. സമീപ പ്രദേശത്തുള്ള മുഴുവൻ CCTVകളും സെർച്ച് ചെയ്തു. പോലീസ് പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പേരിലാണ് കിണറ്റിലേക്ക് പരിശോധന എത്തുകയും അവിടെ കുട്ടിയുടെ മൃതദേഹം കാണുകയും ചെയ്യപ്പെട്ടുള്ളത്. അക്ഷരാർത്ഥം ഞെട്ടിപ്പോയ സംഭവമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞോളൂ. ഇവിടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ ബാലനാപുരത്ത് താമസിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അവർ തൊട്ടടുത്തുള്ള മുത്താരമ്മ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കഴകമായി ജോലി ചെയ്തു. പല സ്ഥലങ്ങളിലും ടെമ്പററി ആയിട്ട് പണി ചെയ്തു. അത് ക്ഷേത്രങ്ങളിലാണ്. അതോടൊപ്പം തന്നെ അവർ പലരിൽ നിന്നും പിന്നെ പണം കടം വാങ്ങുകയും ജോലി വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കടബാധ്യത പൊതുവെ അതൊരു വലിയ ബാധ്യതയായി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് അറിയില്ല. പക്ഷേ സാർ, ഈ നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഇത് വാട്സപ്പ് ചാറ്റുകൾ നിർണായകമാണ്. ഈ എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും ആസൂത്രണം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നോ? ഈ പിതാവിനെയും കുട്ടിയുടെ അമ്മൂമ്മയും ഒക്കെ ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ഈ കുടുംബ ബന്ധങ്ങളിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് മനസ്സിലാകാത്ത അല്ലെങ്കിൽ പോലീസിന് മാത്രം മനസ്സിലായ പുറത്തു വരാത്ത പല കാര്യങ്ങളും ഇതിന് പിറകിലുണ്ട് എന്നുള്ളതാണല്ലേ? അത് നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത വിഷയങ്ങൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കിന്ന് പിന്നെ അതോടൊപ്പം അവരുടെ പിന്നെ അച്ഛൻ കുട്ടി മരണപ്പെട്ടു പോയ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിക്കും ജാമ്യം കൊടുത്ത് വീട്ടിലേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി അയക്കുകയും ബാക്കിയുള്ളവരെ സ്റ്റേ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമ്മാവനാണ് കുറ്റക്കാരൻ നിലയിലേക്കാണ്. എങ്കിൽ തന്നെയും ഒരു സംശയം അമ്മയുടെ ഭാഗത്തേക്കും വിരൽ ചൂണ്ടപ്പെടുന്നു. അത് തീർച്ചയായും 1-2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായി അത് പറയാൻ കഴിയൂ എന്നുള്ളതാണ്. കുടുംബത്തിനകത്തുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന റിപ്പോർട്ട്. പിന്നെ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത എന്തോ സംഭവങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. എത്രത്തോളം വാസ്തവമാണെന്ന് സംബന്ധിച്ച് അതിൻ്റെ ക്ലാരിറ്റി പരിശോധിക്കുന്നത് പോലീസിന് മാത്രമേ സാധിക്കൂ. നമുക്ക് പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ളൂ. തീർച്ചയായും തിരിച്ചു വരാം. താങ്കളിലേക്ക് ദയവായി തുടരുക. ഈ വിഷയത്തിൽ ശ്രീമതി എൽസി ഉമ്മൻ, ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ നമുക്ക് ഈ സാധാരണ ജീവിതം നയിക്കുന്ന പല ആളുകളെയും നമ്മളെയൊക്കെ മനസാക്ഷി ഉള്ളവരെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ കേട്ടൊരു സംഭവം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി പ്രസവിച്ചു. കൂടെ പഠിച്ചിരുന്ന ആളുമായി പ്രണയത്തിലായിരുന്നു, ആരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് നമുക്കറിയാം ചോറ്റാനിക്കരയിൽ അതിജീവിതയെ തല ഭിത്തിയിലിടിപ്പിച്ച് അതിനെ മൃതപ്രായമാക്കി കിടത്തിയിരിക്കുന്ന ഒരു യുവാവിൻ്റെ കഥ. ഏറ്റവും ഒടുവിൽ ഇന്നലെ തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിൽ
തൻ്റെ സഹപാഠിയെ, കൂടെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിയെ കത്തികൊണ്ട് വല്ലാതെ പരിക്കേൽപ്പിച്ച ഒരാൾ. ആ കുട്ടിയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അങ്ങനെ ഓരോ ദിവസവും എന്തെന്ത് കാര്യങ്ങളാണ്. ഈ 2 വയസ്സുകാരിയെ എറിഞ്ഞു കൊല്ലുന്ന അമ്മാവൻ. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാര്യങ്ങൾ, ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ സമീപകാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെ നിരത്തി. ഇതെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ചെറിയ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓരോ സംഭവത്തിന്റെയും പിന്നിൽ വ്യത്യസ്ത കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ പൊതുവായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാത്തിനകത്തിലും നമുക്ക് ഉൾപ്പെടുത്തി പറയാവുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ചില ആൾക്കാർക്ക് അക്രമം കാണിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാനോ ഒക്കെ ജനിതകമായിട്ട് നിർണയിക്കപ്പെട്ട തലച്ചോറ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ അത് അങ്ങനെ നിൽക്കും. പക്ഷെ ഇത്തിരി വെള്ളവും തളിച്ചു കൊടുത്ത് സൂര്യപ്രകാശം കൊടുത്താൽ അത് പൊട്ടിമുളയ്ക്കും. അപ്പോൾ ഈ പൊട്ടിമുളയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് എൻവയൺമെന്റിൽ നിന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒളിഞ്ഞു കിടക്കുന്നതെല്ലാം പുറത്തേക്ക് വരുന്നതും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ്. പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സ്, സിന്തറ്റിക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഒക്കെയും ഉപയോഗിക്കുമ്പോൾ അക്രമം നടത്താനും അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാക്കാനും ക്രിമിനാലിറ്റിയുടെ ഒരു പശ്ചാത്തലം പ്രത്യേകിച്ചും ഉള്ളവർക്ക് അതൊക്കെ ഒരു മറയില്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ഇപ്പോ എന്തൊരു കാര്യത്തിനും അറിവിന് ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ആ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവം തന്നെ ഗൂഗിളിലാണ് തപ്പിയത് ഏതാണ് ഏറ്റവും വിഷമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ആള് മരണപ്പെടാം. ഇതെല്ലാം ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗൂഗിളിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നൂതന സാങ്കേതിക വിദ്യയിൽ നിന്നും. അത് വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. കാരണം അതില്ലാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് പ്രയാസമാണ്. നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഒക്കെയും തന്നെ അത് അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ അത് ഇങ്ങനത്തെ ഒരു ക്രൈമിന് വേണ്ടിയിട്ടും കൂടെ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ എന്ത് ഇൻഫർമേഷനും വിരൽത്തുമ്പിലുണ്ട്. എന്തിനെക്കുറിച്ചും അവർക്ക് അത്യാവശ്യം ഒരു നോളജ് ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. അത് ഒരു ക്രൈം റേറ്റ് വർദ്ധിച്ചതിനൊരു പ്രധാന കാരണം തന്നെയാണ്. 3 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ എല്ലാവർക്കും, അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാ ജെൻഡേഴ്സിനും പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ സ്വാതന്ത്ര്യം കൂടുതലാണ്. സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. പക്ഷെ അതും ഒരു ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രൈം തീർച്ചയായിട്ടും കൂടും. പിന്നെ സാമ്പത്തികമായിട്ട് ശരിയാണ്, നമുക്ക് ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്നതിന് എങ്ങനെയെങ്കിലും പൈസ തട്ടിക്കൂട്ടുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ മാത്രം എടുത്താൽ ഫോൺ ആരാണ് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്? പേരൻസ് ആണ്. ഫോൺ ആരാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? കുറഞ്ഞത് ഒരു 5000 രൂപ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കയില്ല. അപ്പോൾ ഇതൊക്കെയും തന്നെ ആ അതിർവരമ്പുകൾ ഒന്നും കീപ്പ് ചെയ്യാതെ ഒന്ന് ചോദിക്കുമ്പോൾ 10 വാങ്ങിച്ചു കൊടുക്കുന്ന തരം ഒരു പാരന്റിന് അത് അതിനെക്കാട്ടിലും പ്രധാന ഘടകമാണ്. ഈ അടുത്തിടെ ഈ കുട്ടികളുടെ 2-3 നമ്മൾ കണ്ടപ്പോൾ ഒരുപാട് പുരോഗമനവാദികള് തർക്കിച്ചുകൊണ്ട് വന്നു, കുട്ടിക്ക് സ്നേഹം കൊടുക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ലാളന കൊടുക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ശരിയാണ്, അതൊക്കെ ഒരു റീസൺ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം, അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. പേരൻസ് എല്ലാവരും ബിസി ആയിട്ട് ഓടുന്നവരെ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന പരിചരണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്നേഹം ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ബേസിക്കലി ആർക്കെങ്കിലും ഒരു കോണ്ടാക്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ, പെരുമാറ്റ പ്രശ്നമുണ്ടെങ്കിൽ, പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിരിപിരിപ്പ് സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ലാളന കൊടുക്കാഞ്ഞിട്ടോ സ്നേഹം കൊടുക്കാഞ്ഞിട്ടോ സമയം കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല, അവരുടെ തലച്ചോറ് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചികിത്സ തന്നെ വേണം. അങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഇത്രയും എല്ലാ രീതിയിലും അഡ്വാൻസ് ചെയ്തു. ഇത്രയും അഡ്വാൻസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ തരത്തിലൂടെ ഒരു അഡ്വാൻസ്മെന്റ് വരുന്നില്ല? എന്തുകൊണ്ട് ഒരു മെന്റൽ ഹെൽത്ത് ലിറ്ററസിയും കൂടെ മുന്നോട്ട് വരുന്നില്ല? അപ്പൊ ഇങ്ങനെ പ്രശ്നകാരിയായിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരൊരു 14ാമത്തെ വയസ്സിൽ ഒറ്റ സുപ്രഭാതത്തിൽ അവർ പൊട്ടിത്തെറിയും അക്രമവും കാണിക്കത്തില്ല. അത് ജനിച്ച നാൾ മുതലേ അവർ സാവകാശം അല്ലെങ്കിൽ സ്വഭാവേന കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ വൈകല്യം തന്നെയാണ്. അപ്പൊ അതൊക്കെ നേരത്തെ പിക്ക് ചെയ്ത് അത് അഡ്രസ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുന്നില്ല. പിന്നെ കുടുംബത്തിൽ വന്നിട്ടുള്ള ഒരു ഇരയെടുപ്പമില്ലായ്മ, അതൊരു പ്രധാന കാരണമാണ്. അതിനും ഒരു
അത് നമ്മൾ സബ്ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നതും ഈ മൊബൈലിന്റെ അമിത യൂസ് തന്നെയാണ്. ഒരു റെസ്റ്റോറന്റിൽ പോയാൽ കുടുംബത്തിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 4 പേരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ കാണും. 4 പേരും ആ ചെയറിൽ ഇരുന്ന് ഈ ഫോണും കുത്തിയിരിക്കുന്നത് കാണാം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരെന്തിനാണ് റെസ്റ്റോറന്റിൽ വരുന്നതെന്ന്. ആ ഒരു ഫാമിലി ടൈമിൽ പോലും അധികം സമയം കവർന്നെടുക്കുന്നത് ഈ ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഴയെടുപ്പം കൂടുന്നു. അത് തന്നെയല്ല, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതനുസരിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇതനുസരിച്ച് ക്രൈം വർദ്ധിക്കുന്നു, ഇതനുസരിച്ച് കുട്ടികളോടുള്ള അഫെക്ഷൻ കുറയുന്നു, കുട്ടികൾ സഫറേഴ്സ് ആകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ കണക്ടിവിറ്റി, പണ്ടത്തേനെക്കാട്ടിലും കൂടുതൽ കണക്ടിവിറ്റി ഇപ്പൊ ആൾക്കാർ തമ്മിലുണ്ട്. പണ്ട് ഒരു കത്ത് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് കയ്യിൽ കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ 2 ആഴ്ച എടുക്കുമായിരുന്നു. അപ്പൊ കണക്ടിവിറ്റി അത്രയും കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ക്രൈം നടത്തണമെങ്കിൽ പോലും പലരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. പിന്നെ ഈ ചെന്താമരയുടെ താങ്കൾ സൂചിപ്പിച്ചു, അതായത് വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രതിയെ പിടിച്ചു. എനിക്ക് അതിനകത്തൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാമായിരുന്ന ഒരു ക്രൈം ആയിരുന്നു ആ ഇരട്ട കൊലപാതകം. പല രീതിയിൽ പല സ്വഭാവ പ്രശ്നങ്ങൾ ആ പ്രതി കാണിച്ചത് നാട്ടുകാർ സാക്ഷിയാണ്. ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംശയരോഗം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം അയാളുടെ ജീവിതം തകർന്നുപോയി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും ഓരോ സൂചനകളാണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാം? എത്ര ഉദ്യോഗസ്ഥർക്ക് അറിയാം? ആ ആക്ട് അനുസരിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ പോലും ഈ ആക്ടിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ഈ MHCA ആക്ട് പ്രകാരം 2024 ഏപ്രിലില് കേരളത്തിൽ 5 മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ 5 റിവ്യൂ ബോർഡ്സും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഞാനതൊന്നും പത്രത്തിലൊന്നും വായിച്ച് കണ്ടില്ല. ഞങ്ങൾ മീറ്റിംഗ് നടത്തിയപ്പോൾ മാത്രം ഒരു ചെറിയ ഒരു പീസ് ഒരു ഇൻഫർമേഷൻ വന്നതല്ലാതെ അതുപോലും ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ആ ആക്ട് പ്രകാരം ഈവൻ ഒരു നാട്ടുകാരനാണെങ്കിൽ പോലും അയൽവാസിക്കാണെങ്കിൽ പോലും ഒരാൾ തങ്ങളുടെ ജീവനോ മറ്റുള്ളവരുടെ ജീവനോ അല്ലെ ആ ആളിന്റെ ജീവനോ അപകടകാരിയാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പോലീസിനെ ഇൻഫോം ചെയ്യണം. അതിനകത്തിലെ സെക്ഷൻ 100 പ്രകാരം പോലീസിന് തീർച്ചയായിട്ടും റോളുണ്ട്. ആ ആളിനെ ആരെയാണെന്നുണ്ടെങ്കിലും എടുത്ത് അടുത്ത ഒരു മെന്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റിൽ കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് അതിനകത്തുണ്ട്. അതേപോലെ മജിസ്ട്രേറ്റ്, ഇത് ഓരോ ശരിയാണ്. അങ്ങനെ നമ്മുടെ പോലീസ് സംവിധാനത്തെ പൂർണ്ണമായും ന്യായീകരിച്ചല്ല ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ മാത്രം പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ചില അവസ്ഥകളും പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകാറുണ്ട് താനും. ശ്രീ ഖാദർ കൂടി നമ്മോടൊപ്പമുണ്ട്. കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റാണ്, കിക്ക് എന്ന സംഘടനയുടെ. അദ്ദേഹത്തിൻ്റെ പബ്ലിക് കേരള ന്യൂസ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. ക്രൈം വാർത്തകൾ കൂടുതലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ്. ഞാനത് നോക്കുകയായിരുന്നു. അതിനുള്ള വ്യൂസൊക്കെ ലക്ഷങ്ങൾ വരും. നമ്മുടെ കേരളീയ സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം അവർ കാണാനുമൊക്കെ താല്പര്യമുള്ളത് ഇത്തരം വാർത്തകളാണ് എന്നതുകൂടി അനുഭവസ്ഥനായ ഒരാൾ കൂടിയാണ് ശ്രീ ഖാദർ കരിപ്പുടി. ഖാദർ, താങ്കളുടെ അനുഭവത്തിൽ സമീപകാലത്തായി നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന എന്താണ്? താങ്കൾക്ക് കണ്ടന്റ് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത തരത്തിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആക്ച്വലി ഒരു യൂട്യൂബർ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റുകളുടെ ചാകര എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാതെ വിഷമിച്ചു പോകുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് അമ്മമാരെ കൊല്ലുന്ന കുട്ടികള്, സുഹൃത്തുക്കളെ കൊല്ലുന്ന ആളുകള്, മക്കളെ കൊല്ലുന്ന മനുഷ്യന്മാര്, ഇവരൊക്കെ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്ത് മാനുഷികമായി ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചകളാണ്. ഭീകരമാണ്, ക്രൂരതയാണ്. ഇതിനൊന്നും വിശേഷിപ്പിക്കാനൊന്നും വാക്കുകളില്ല. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ സിസ്റ്റം അല്ലെങ്കിൽ പോലീസ് സിസ്റ്റം എപ്പോഴാണ് അവര് ഊർജ്ജസ്വലത കാണിക്കുന്നുള്ളത്? ഒരു വിഷയം ട്രെൻഡിങ്ങിൽ വരുമ്പോൾ മാത്രമാണ്. ഒരു എവിടെയുണ്ട് ഈ പോലീസുകാർ? എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോ നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ശരിയാണ്, കേസിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഇടപെടൽ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്.
കേവലം ഒരു ട്രെൻഡിങ് സബ്ജക്റ്റിന് പുറമെ പോകുന്നു എന്നതിനപ്പുറത്ത് വേറെ എവിടെയാണ് ഇടപെടലുള്ളത്? നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ ചാനലിൽ ഞാൻ ഇത് പറയുന്നതല്ല, നിഷാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിഷാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ എന്റെ അരികിലേക്ക് ഏകദേശം 30-ൽ കൂടുതൽ പെൺകുട്ടികൾ, അയാൾ ആ 30-ൽ കൂടുതൽ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തു വന്നു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അയാളെ ഇപ്പോൾ താമരശ്ശേരി പോലീസ് ആഫ്റ്റർ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് ഓൾറെഡി ഒരു പോക്സോ കേസ് ഉണ്ട്. അയാൾക്ക് ഓൾറെഡി ഏകദേശം ഒരു പീഡന കേസും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമുണ്ട്. 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പീഡന കേസ് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകൾ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളുടെ ഭാഗമാവുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ പരാജയമാണ്. കാരണം ആ സിസ്റ്റം ഇന്ന് നോക്കൂ, ഇപ്പൊ ജാമ്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, ഒരാളുടെ റൈറ്റ് ആണ്. ശരി, സമ്മതിച്ചു. സുപ്രീം കോടതി അടക്കം ജാമ്യത്തിന്റെ രാജ്യദ്രോഹ കേസിലടക്കം ജാമ്യം വിചാരണ എത്തിയില്ല എങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കണം. വിചാരണ നീളുന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. ചെന്താമരയുടെ കേസ് ഒന്ന് പരിശോധിച്ചു നോക്കിയേ. എങ്ങനെയാണ് ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മൃഗീയ കൊലപാതകം ചെയ്യാൻ കാരണമായത്? ഒന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അയാൾ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഇത്തരക്കാർക്ക് ജാമ്യം കൊടുക്കണോ, അയാളുടെ വിചാരണ തടവുകാരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? കോടതിയാണ്. കാരണം ഒരാൾക്ക് ജാമ്യം അയാളുടെ അവകാശമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശത്തിന് മേലിൽ കുതിര കയറും എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അപ്പൊ ഇവിടെ ആർക്കാ വീഴ്ച പറ്റിയിട്ടുള്ളത്? പോലീസിനും കോടതിക്കുമാണ്. അത് പറയാൻ തയ്യാറാവണം. പോലീസിനും കോടതിക്കും കൃത്യമായ വീഴ്ച പറ്റിയ ഒരു കേസാണ് ചെന്താമരയുടെ കേസ്. അല്ലാതെ എങ്ങനെയാ പറയാൻ പറ്റുക? അല്ലാതെ എങ്ങനെയാ നമ്മൾ പറയുക? ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കാൻ കാരണമായ പോലീസ് റിപ്പോർട്ട് എന്താണ്? ജാമ്യം അനുവദിച്ചു കൊടുക്കാൻ കാരണമായ ഘടകം എന്താണ്? അയാൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുത്ത അല്ലെങ്കിൽ ജാമ്യം വാങ്ങിച്ചു കൊടുത്ത അഭിഭാഷകൻ ആരാണ്? ആ അഭിഭാഷകൻ ഉത്തരവാദിത്തമില്ലേ? ഇങ്ങനെ ഒരു കേസ് നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു കൊലപാതകം നടക്കുമ്പോൾ അയാൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തമില്ലേ? ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ആനുകൂല്യത്തിന്റെ പേരിൽ ജാമ്യം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ ജാമ്യം വാങ്ങിക്കൊടുത്ത അഭിഭാഷകനടക്കം അതിന് ഉത്തരവാദിത്തമുണ്ട്. മൃഗീയമായ കൊലപാതകമാണ് കണ്ടത്. ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, പോലീസിനോ ഈ പറയുന്ന നിയമ സംവിധാനത്തിനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സൈബർ സെല്ല് നോക്കൂ, കേരളത്തിലെ സൈബർ വിങ് നോക്കൂ. പ്രമാദമായ കേസിൽ, പേര് പറയുന്നില്ല, പ്രശസ്തിയായ ഒരു നടി പരാതി നൽകുമ്പോൾ കൃത്യമായ അന്വേഷണം ഉണ്ടാവട്ടെ, നല്ലത് തന്നെയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ അവഹേളിക്കപ്പെടുന്ന, സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന എത്ര പരാതികൾ ഈ പോലീസിന്റെ പരാതിപ്പെട്ടിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിലൊരു FIR പോലും ഇടാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാകുന്നുണ്ടോ? ശരി, ഇവിടെയുള്ള പോലീസ് ഒരു FIR ഇട്ട് കൃത്യമായി പിടിച്ചുകൊണ്ടുപോകാൻ തയ്യാറാകുന്നുണ്ട്? ഇല്ല. ട്രെൻഡിങ്ങിന് പുറമെയാണ്, പബ്ലിസിറ്റിക്ക് പുറമേക്കപ്പുറത്ത് ഇവിടെ ഒരു സംഭവം നടക്കുന്നില്ല. എന്റെ പ്രിയ സുഹൃത്തെ, കേവലം ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകത്തിനപ്പുറത്ത് ഇവിടെ ഒന്നും അരങ്ങേറുന്നില്ല. ശരി, തിരിച്ചു വരാം താങ്കളിലേക്ക്, മറ്റു അതിഥികളിലേക്ക് കൂടി പോകണം വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ സമീപകാലത്തായി നടക്കുന്ന മനസ്സിനെ മരവിപ്പിക്കുന്ന കൊലപാതകങ്ങൾ, അക്രമ സംഭവങ്ങൾ, മർദ്ദനങ്ങളൊക്കെയാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായുള്ളത്. ശ്രീ വി മോഹനൻ, ഈ ദേവനന്ദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതായത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇതുവരെ പോലീസ് പറഞ്ഞതിനപ്പുറത്തുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയല്ലേ താങ്കളും നാട്ടുകാരുമൊക്കെ വിശ്വസിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് പ്രത്യേക കാര്യമെന്ന് പറയുന്നത്, ഈ സമൂഹത്തിനകത്ത് മറ്റുള്ള ആൾക്കാർ ആഡംബരപൂർവ്വമായി ജീവിക്കുന്നത് അത് തങ്ങൾക്കും അങ്ങനെ ആകണമെന്നൊരു ചിന്താഗതി സ്വാഭാവികമായും ഇന്ന് ഒരു വിഷയമായി ഉത്ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണം കടം വാങ്ങിക്കുക, ആഡംബര ജീവിതം നയിക്കുക എന്നീ വിഷയങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ വികസനത്തിലൂടെ മാനസിക നില തന്നെ തെറ്റിച്ചുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയാനുള്ളത്.
സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു യുവതലമുറ അല്ലെങ്കിൽ ജനത അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ പല ഈ ചർച്ചയെപ്പറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പല രംഗത്തു നിന്നും കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. അതിന് ആനുപാതികമായി ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന പരിവർത്തനങ്ങളാണ്, മാറ്റങ്ങളാണ് ഇതിന് ഒക്കെ കാരണമായി തീരുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു മനുഷ്യ സഹജമായ ഒരു ബന്ധം, കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതെല്ലാം കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് മേഖലയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് സംബന്ധിച്ച് നമുക്ക് തന്നെ പൊതുവെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏത് സാങ്കേതിക സംവിധാനമായാലും മനുഷ്യൻ്റെ മനസ്സിനെ അധികമായി സ്വാധീനിക്കുക, നല്ല വശങ്ങളെ മാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യം നിന്ന് കൈവിട്ടു പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പോലീസും പോലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്ന ചില ദിശകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. എന്തായിരുന്നാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളതാണ്. തീർച്ചയായും രക്ഷകർത്താക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്ന് അതിപ്രസരം നമ്മുടെ സമൂഹത്തിനകത്ത് ചർച്ച വഴിവിട്ട് പോകുന്നതല്ല. അപ്പോൾ അത് പൊതുവായ രക്ഷകർത്താക്കൾക്കും ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പൊതു സമൂഹത്തിന് മാത്രം, അത് പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. നമുക്കെല്ലാം അതിന് ബാധ്യസ്ഥരാണ്. ആ നിരക്ക് ആ നേർവഴിയിലേക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാലാവിൽ നടന്ന കൊലപാതകം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നാടിൻ്റെ പല ഭാഗത്തും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അതുപോലെ ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ കഴിയുന്ന വിഷയവുമല്ല. അത് വളരെ ബോധപൂർവം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അധികാരികളും തയ്യാറാകണമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈം കേസുകളിൽ ഏതാണ്ട് 1,06,000-ഓളം കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 5,000-ൽ പരം കേസുകളിൽ മാത്രമാണ് ശിക്ഷാവിധി ഉണ്ടായത് എന്നൊരു കണക്ക് എത്രത്തോളം ആധികാരികമാണ് എന്നെനിക്കറിയില്ല. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരതിയപ്പോൾ കിട്ടിയൊരു കണക്കാണ്. അങ്ങനെ നമുക്ക് എന്തായാലും കാര്യമായി തന്നെ നോക്കിയാൽ വിചാരണ പല കേസുകളുടെയും നീളുന്നു. ഈ കൊലപാതക കേസുകളിലൊക്കെ എത്രയോ വർഷം വിചാരണ കഴിഞ്ഞാണ് ശിക്ഷകൾ വിധിക്കുന്നത്. ഈ പോലീസിൻ്റെ അന്വേഷണം നേരത്തെ പറഞ്ഞതുപോലെ താങ്കളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില കേസുകൾ പിടിക്കുന്നു, ചില കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണം പോകാത്ത പശ്ചാത്തലം. ഒപ്പം ഈ ജാമ്യം കിട്ടുന്ന ക്രിമിനൽ വാസനയുള്ള പ്രതികൾ പോലും സമൂഹത്തിൽ വിലസുന്ന പശ്ചാത്തലം, കൊലപാതക കേസുകൾ അടക്കമുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ നിരവധി സാഹചര്യങ്ങൾ സംസ്ഥാനത്തുണ്ട്. ഇതിനൊക്കെ എന്ത് പരിഹാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മുടെ പോലീസ് സംവിധാനം കാര്യക്ഷമമായി മുന്നോട്ട് പോവുക എന്നതിനപ്പുറം നമ്മുടെ ഭരണകൂടം ആർജവം കാട്ടേണ്ടതുണ്ട്, സമൂഹം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും ഒരു മാറ്റം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള അഭിപ്രായക്കാരനാണോ താങ്കൾ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം, ഒരു കുടുംബം നന്നാകണമെങ്കിൽ ഗൃഹനാഥൻ നന്നായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ റോൾ മോഡലായിട്ട് കണ്ടിട്ടാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഭരണകർത്താക്കളും, രാഷ്ട്രീയ ഭരണകർത്താക്കളാണേലും ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ളവരാണേലും അവർ റോൾ മോഡൽസ് ആയിരിക്കണം. അവരിൽ നിന്ന് നല്ല മെസ്സേജ് സമൂഹത്തിന് കാണണം. കാരണം ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ തന്നെ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമുക്ക് വലിയ ഗ്രേറ്റ്സിനെ പറ്റി പറയാനില്ലെങ്കിലും നമ്മുടെ റിയൽ ഇന്ത്യൻ ഗ്രേറ്റ്സ്, സ്വാതന്ത്ര്യ സമരത്തോടൊക്കെ അനുബന്ധിച്ചുണ്ടായിരുന്ന വലിയ മനുഷ്യരെ പറ്റിയിട്ടുള്ള അവരുടെ ചരിത്രമൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും ഫോളോ ചെയ്യാൻ പോകുന്നത്, ഇന്ന് സ്ട്രീറ്റിലൊക്കെ ഇറങ്ങി ഹീറോയിസം കാണിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് കുട്ടികൾ. അതായത് ഹീറോയിസം അല്ല, വില്ലനിസം. ഇവരൊക്കെയാണ് നമ്മുടെ യുവജനങ്ങളുടെ മാർഗദർശികളായിട്ട് മാറിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പിൽ നല്ല ചിന്തകൾ വരണം, സച്ചിന്ത. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനത്തിന് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. അദ്ദേഹം പറഞ്ഞു, അത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ IAS-കാരെ IPS-കാരെ വിളിച്ചിരുത്തി അവരെ കൂടി മനുഷ്യത്വം എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം? പാലക്കാട് SP-ക്ക് മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന് കണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം രാവിലെ 8 മണിക്ക് വയർലെസ്സിൽ റോൾ കോൾ ഉണ്ട്, സാട്ടേന്നാണ് അതിന് പോലീസ് പറയുന്നത്.
ഓരോ SHOമാരോടും വിളിച്ച് ചോദിക്കും വിശേഷം വല്ലതും ഉണ്ടോ എന്ന്. അപ്പം അയാളൊരു നല്ല ലീഡർ ആയിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ അവർ യാതൊരു മടിയില്ലാതെ പറയുകയും അവരൊരുമിച്ച് അല്ലെങ്കിൽ ബാക്കി DYSPയും അഡ്മിനിസ്ട്രേഷനിലെ അഡീഷണൽ SP ഒക്കെ ചേർന്നിട്ട് അതിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമായിരുന്നു. അപ്പോൾ ഇവർ ഈ പ്രഭുത്വമാണ് ഇന്നത്തെ യുവ IPSകാർക്ക്. അവരേതാണ്ട് വലിയ കാര്യം നമ്മൾ ഇന്നലെ തന്നെ കണ്ടു. രാവിലെ പിന്നെ വടിക്കോളെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മാധ്യമ സമ്മേളനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അണിഞ്ഞൊരുക്കി എത്തിയിരിക്കുന്നു. പക്ഷെ തലേന്ന് രാത്രിയിൽ അദ്ദേഹം അവിടെ ഹോൾട്ട് ചെയ്തില്ല. എന്തുകൊണ്ട് അദ്ദേഹം ഈ ചെന്താമരെ പിന്നെ പിടിക്കുന്നതിന് വേണ്ടി DYSP അവിടെ നിർത്തി? പിന്നെ അവിടുത്തെ DYSP അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ SP അവിടെ കാണണം. ഹി ഷുഡ് ലീഡ് ഫ്രം ദ ഫ്രണ്ട്. ഞാനിത് പറയാൻ കാര്യം 1989 ആലപ്പുഴയിൽ CPM RSS ക്ലാഷ് ഉണ്ടായിരുന്നു. അത് കെട്ടടങ്ങുന്നിടം വരെ അന്നത്തെ DIG MGA രാമൻ സാർ ആലപ്പുഴ പോലീസ് ക്ലബ്ബിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, ഇത് കർബ് ചെയ്യാനായിട്ട്. അത് ശാന്തമായി കഴിഞ്ഞതിന് ശേഷമേ അദ്ദേഹം ആലപ്പുഴ പോലീസ് ക്ലബ്ബ് വിട്ടുള്ളൂ. ഇന്നത്തെ ഒരു IPSകാരനും ഈ പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഇല്ല. അൺലൈക്ക് അതർ സർവീസസ്, പോലീസ് സർവീസ് ഈസ് എ കമ്മിറ്റഡ് സർവീസ്. നമ്മൾ കുറേ ത്യാഗമൊക്കെ അനുഭവിക്കണം. ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് രാത്രി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പണ്ട് ഹൈർനിസ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു പാലക്കാട്. ആ വെടിവെപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് DYSPമാർ വരെ കടത്തിണ്ണയിലും അവിടുത്തെ ബെഞ്ചിലും ഒക്കെ കിടന്നാണ് ഉറങ്ങിയത്. കാരണം അത് ആ ഇൻസിഡൻറ്റ് ഫ്ലെയറപ്പ് ചെയ്യാതെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് വന്നത്. ഇപ്പോൾ ഇന്നത്തെ യുവ IPSകാർ SP-മാരായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് അവർക്ക് എന്താണ് വേണ്ടുന്നത്? AC റൂമിൽ പോയി കിടക്കണം, സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റൊക്കെ ഫെസിലിറ്റി ഉള്ളിടത്ത് പോയി. ചിലപ്പം നെന്മാറയിൽ പറയത്തക്കോണം ഉള്ള റേഞ്ച് ഒന്നും കിട്ടത്തില്ല. അവരുടെയൊക്കെ ഇഷ്ടം പ്രയോറിറ്റി അതൊക്കെയാണ്. ഇത് തിരിച്ചു വരണം. IASകാരുടെ കാര്യത്തിനകത്തും നമുക്കറിയാം, ഗോപാലകൃഷ്ണൻ IAS മല്ലു ഹിന്ദു വാട്സപ്പ് ഉണ്ടാക്കി, എന്നിട്ട് അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്തു ഗൂഗിൾ ഫാക്ടറി. അത് ക്രൈമാണ്. അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തു. ഞാൻ പ്രശാന്ത് ചെയ്തത് IAS ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല. അദ്ദേഹം കോഡ് ഓഫ് കോണ്ടക്ടിന്റെ വയലേഷൻ, ഡിസൊബീഡിയൻസ് ആണ് കാണിച്ചത്. ക്രൈം കാണിച്ച ആളിനെ തിരിച്ചെടുക്കുന്നു. ഇതെന്തോ വെള്ളരിക്കപ്പെട്ട ബനാന റിപ്പബ്ലിക് ആണോ? ശരി. അടുത്ത അരുൺ K. വിജയൻ മറ്റേ നവീൻ ബാബുവിൻ്റെ ഡെത്തിൽ ആ കുരുതിക്ക് കൊടുത്താണ്. ആ പാട്ടും പാർസലും ഒന്നും അല്ലാത്ത അവിടെ ദിവ്യ കയറി വന്നു, PP ദിവ്യ കയറി വന്നു. അപ്പം പറയണം ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ഇതാണ്, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ടു സിറ്റ് ഹിയർ എന്ന് പറയാനുള്ള നട്ടല് വേണം. പഴയ IASകാർക്കൊക്കെ ഉണ്ടായിരുന്ന നട്ടല്. അപ്പോൾ അവർ പറയും ഇത് നൺ ഓഫ് യുവർ ബിസിനസ് ടു ബി ഹിയർ, മാം പ്ലീസ് പോണം എന്ന് പറയണം. ഞങ്ങളുടെ പ്രൈവറ്റ് ഫംഗ്ഷനാണ്. അയാൾ വേദി ഒരുക്കി കൊടുത്തല്ലേ, അയാളുടെ പേരിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോ. ഇനി അയാൾ പിന്നെ സബ് കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് കാസർഗോഡ് അയാളുടെ കുട്ടിയെ എടുപ്പിക്കുന്ന യൂണിഫോമിലുള്ള പോലീസുകാരനെ കൊണ്ടാണ് ഓണം ഇതിന് പോയപ്പം ഭാര്യയും രണ്ടുപേരും കൂടെ പോയി ഐസ്ക്രീമൊക്കെ കഴിയപ്പം പോലീസുകാരനെ കൊണ്ടാണ് കുട്ടി എടുപ്പിച്ചത്, യൂണിഫോമിലുള്ള പോലീസുകാരനെ. ശരി. എന്നിട്ട് എന്ത് ചെയ്തു? അത് കണ്ട ഒരു DYSP ആ പോലീസുകാരനെ റീകോൾ ചെയ്തു. അയാൾ ബെഗ് ചെയ്തു എനിക്ക് ആ പോലീസുകാരനെ തരണമെന്ന്. ഇവരുടെ കുട്ടികളെ എടുക്കാനല്ല പോലീസുകാരെ റിക്രൂട്ട് ചെയ്ത് പോലീസുകാരനെ ചേർത്തേക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്, സ്ലേവറിക്കല്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിന് ത്രെട്ടുണ്ടെങ്കിൽ പറ്റും. ഭാര്യയ്ക്ക് ഐസ്ക്രീം തിന്നുമ്പം അരുൺ കുട്ടിയെ എടുക്കണം, അരുൺ IAS ഐസ്ക്രീം തിന്നുമ്പോൾ ഭാര്യ എടുക്കണം. സ്വന്തം കുഞ്ഞിനെ എടുക്കാൻ കഴിവില്ലാത്തവർ കുഞ്ഞ് വേണ്ടെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ പണ്ട് പലയിടത്തും ക്രൈംസ് വരുന്നു, സ്ട്രീറ്റിലിറങ്ങി കൊച്ചുകുട്ടികൾ ചെയ്യുന്നു. ആൾക്കാർ അവരുടെ പ്ലഷറിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉണ്ടാക്കുവാണ്. അവർ നാളെ സമൂഹത്തിന് ഭാരമാകാതിരിക്കാനുള്ള മെന്ററിങ്, ട്യൂട്ടറിങ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കണം. ശരി. അല്ലാത്തൊരു കുട്ടികൾ വേണ്ടാന്ന് വിചാരിച്ച് ജീവിക്കുക. തിരിച്ചു വരാം. ശ്രീമതി ഡോക്ടർ എൽസി ഉമ്മൻ, താങ്കൾ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ വന്ന വലിയ മാറ്റങ്ങളാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, കുറച്ചൊരു കാര്യങ്ങൾ ഓപ്പണാണ്, എന്ത് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ നിരവധി ആപ്പുകളുണ്ട്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ എത്രയോ ആപ്പുകളാണ് ഓൺലൈനിലൊക്കെ ലഭ്യമായിട്ടുള്ളത്. അതിലാർക്കും പണം അടച്ചാൽ ആരുമായും സംസാരിക്കാം, താല്പര്യമുള്ളവരുമായി ഏത് തരത്തിലും മുന്നോട്ട് പോകാം. അങ്ങനെ പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് മാറിയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് നമ്മളുടെ പുതിയ തലമുറ ഇനി പുറകോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ഇതിനപ്പുറമുള്ള പലതും കാണാതിരിക്കുകയുമാണ്. പക്ഷേ ഇവിടെയൊക്കെ വേണ്ടത് ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള അവബോധം തലമുറകൾക്ക് നൽകുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ പെടുന്നവരിൽ പുതിയ തലമുറ പഴയ തലമുറ ഒന്നൊന്നുമില്ല, എല്ലാവരും ഈ പ്രശ്നങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞതുപോലെ പല വിഷയങ്ങളിൽ ആകർഷിക്കപ്പെടുകയും അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതിന് എന്ത് പരിഹാരം എന്നുള്ളതാണല്ലോ പ്രധാനം. ഒന്നോ രണ്ടോ പേർ വിചാരിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ ഒരു ചർച്ച നടത്തിക്കൊണ്ട് മാത്രം പരിഹാരമാകുന്ന പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആപ്പ് മാത്രമല്ല, ആപ്പ് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും.
അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ട്. അത് കഴിയുമ്പോൾ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിന് ഇത് ആക്സസിബിളും അല്ല. ഒരു കാര്യം ഞാൻ പറയാം, കുട്ടികൾ സ്വയം പര്യാപ്തരാകണമെങ്കിൽ അത് ഏകദേശം, അതായത് ശരിയേതാ തെറ്റേതാന്ന് വിവേചിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകണമെങ്കിൽ അവരുടെ തലച്ചോറിന്റെ മുൻവശം, ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും, ആ മുൻവശമാണ് ഒരാൾക്ക് ബൗദ്ധികമായിട്ടുള്ള ഒരു കഴിവ് കൊടുക്കുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റ്, ജഡ്ജ്മെന്റ് എന്ന് പറയും. ആ ജഡ്ജ്മെന്റ് ശരിയാവണ്ണം അത് പ്രാവർത്തികമാകണമെങ്കിൽ ഏകദേശം ഒരു 22-23 വയസ്സാവും. അതുവരെ അവർക്ക് ആ തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിക്കുറവുണ്ട്. അപ്പോൾ പിന്നെ ആരുടെയാണ് ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം അതൊരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അവരുടെ ഉന്നമനത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതൊരു സൂപ്പർവൈസ്ഡ് രീതിയിൽ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ പേരൻസ് കാണിക്കേണ്ടത് ആവശ്യമുണ്ട്. കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യാത്തതെന്ന് ആ ഒരു മാനദണ്ഡം കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എങ്ങനെയാണ് സേഫ് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. എവിടെയാണ് ലിമിറ്റ് സെറ്റിംഗ് എന്നുള്ളത് പേരൻസ് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ബൗണ്ടറീസ് എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പേരൻസ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇത് ഒരു ബൗണ്ടറീസും കീപ്പ് ചെയ്യാതെ, ഒരു ലിമിറ്റ് സെറ്റിംഗും ഇല്ലാതെ അവർക്കെല്ലാം അമിതമായി നൽകിക്കഴിഞ്ഞും ഇത് അഡിക്ഷൻ ലെവലിലേക്ക് ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യം സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം പിന്നെ അവനോ അവളോ സമൂഹത്തിനൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനു മുൻപേ തന്നെ, കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഓവർനൈറ്റ് ചേഞ്ച് അല്ല. ഇത് കാലക്രമേണ പതുക്കെ പതുക്കെ വരുന്ന ഒരു ചേഞ്ച് തന്നെയാണ്, കുട്ടിക്കാണെങ്കിലും മുതിർന്ന ഒരാളിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത് ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് തടയിടാൻ എത്രയോ വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കുന്നില്ല? ഇപ്പൊ തന്നെ വളരെ സങ്കടകരമായി പോയി താങ്കൾ ആ വാർത്ത സൂചിപ്പിച്ചപ്പോൾ, ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ അബ്യൂസ് ചെയ്ത് ഈവൻ ക്ലോസറ്റിലെ വെള്ളത്തിനകത്ത് തല മുക്കി ഇടുക എന്ന് പറഞ്ഞാല് അത് ഒരു മൃഗതുല്യമായിട്ടുള്ള ഒരു സ്വഭാവമല്ലേ? നമ്മൾ പരിഷ്കൃതമായിട്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നതിന് പകരം അപരിഷ്കൃതമായിട്ട് പുറകോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്ത് വാല്യൂ ബേസ്ഡ് ഇന്റർവെൻഷനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? അത് സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും. സ്കൂളിൽ ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ രീതിയേ അല്ല. കാരണം ടീച്ചേഴ്സിന് തന്നെ അറിയത്തില്ല ഏത് രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണമെന്ന്. ടീച്ചേഴ്സിന് സ്വാതന്ത്ര്യവുമില്ല, അതും പറയണമല്ലോ. കാരണം പേരൻസ് ടീച്ചേഴ്സിന് സ്വാതന്ത്ര്യം ഇപ്പോൾ കൊടുക്കുന്നില്ല കുട്ടികളെ നന്നാക്കാൻ. ഏതെങ്കിലും ഒരു കാരണവശാൽ കുട്ടിയുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പേരൻസിന് അത് വളരെ ഇൻസൾട്ടാണ്. കുട്ടിയെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് പേരൻസിനും ഇപ്പോൾ സ്വാതന്ത്ര്യമില്ല പറയാൻ പോലും. അവർ വളരെ സൗമ്യമായിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിനൊരു മറുവശവുമുണ്ട്. കുട്ടികളെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത അധ്യാപകരുമുണ്ട്. അത് നമ്മൾ പറയണമല്ലോ. കാരണം ഒരു കുട്ടി അവന്റെ മെജോറിറ്റി ഓഫ് ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. LKG മുതൽ 12ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ 14 വർഷമുണ്ട്. ഈ 14 വർഷം രാവിലെ 8 തൊട്ട് വൈകുന്നേരം 4 വരെ അധ്യാപകരുടെ കൂടെയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ സ്വഭാവ രൂപീകരണത്തിന്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അധ്യാപകർക്കും റോളുണ്ട്. പണ്ട് കാലത്തെ അധ്യാപകർ പോലെ അല്ല. ഇപ്പോൾ എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല, ഓവർ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നില്ല. പക്ഷെ നല്ലൊരു ശതമാനം വരെ ഇതൊരു തൊഴിലായി മാത്രം കണ്ട്, കാരണം വേറെ ഒന്നും കിട്ടാതെ മറ്റു ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജസ്റ്റ് ഒരു ജോബായിട്ട് മാത്രം കണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ നാളെ നിർണയിക്കുന്ന കുട്ടികളുടെ വളർത്തുന്നതിന്റെ ഒരു ഭാഗം, ഒരു മേജർ ഒരു റെസ്പോൺസിബിലിറ്റി തങ്ങളുടെ ഷോൾഡറിൽ ഉണ്ടെന്ന് മനസ്സിലാകാത്ത തരത്തിലുള്ള അധ്യാപനം നൽകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു വാല്യൂ ബേസ്ഡ് ഇന്റർവെൻഷൻ, ഇപ്പോൾ മോറൽ വാല്യൂസ് മാതാപിതാക്കളുടെ തന്നെ മാറിപ്പോയിരിക്കുന്നു. താങ്കൾക്കും അത് അറിയാമായിരിക്കുമല്ലോ. കാരണം പണ്ടത്തെ കാലഘട്ടം പോലെയല്ല, ഇപ്പൊ മാതാപിതാക്കളുടെ മോറൽ വാല്യൂസ് തന്നെ മാറിയിരിക്കുന്നു. അപ്പം അതനുസരിച്ചിട്ടല്ലേ കുട്ടികൾക്കും ആ ഒരു അപ്ബ്രിങ്ങിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികളോട് മോശമായിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ തന്നെ കണക്കാക്കാം, ഇനിയുള്ള തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ തലമുറകൾ നേരിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ തലമുറകളെ എക്യുപ്ഡ് ആക്കുക. എന്ത് ക്രൈസിസ് വന്നാലും നേരിടാനായിട്ടുള്ള എക്യുപ്ഡ് ആക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് അതിപ്പോ നിയമം വഴി പോകണമെന്നുണ്ടെങ്കിൽ, കാരണം ഒരു അസോൾട്ട് അത് ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും സെക്ഷൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു അസോൾട്ട് നേരിട്ടാൽ അതിപ്പോ നിയമപരമായിട്ട് പോകണമെങ്കിൽ പോലും ആ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. അതേപോലെ തന്നെ പേരൻസിനും അതിന്റെ ആ രീതിയിൽ പോകാനുള്ള ഒരു കെൽപ്പ് വേണം, അവർക്കും ഒരു അവബോധം വേണം. ഇത്തരത്തിൽ കുട്ടികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമ വഴിയിൽ പോയിക്കൂടാ? സ്കൂളിനെ സമീപിക്കാം. സ്കൂൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സ്കൂൾ മാറ്റാമല്ലോ. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ട്. കാരണം
ഒരു രീതിയിലുമുള്ള ബുള്ളിങ്, കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ, പ്രത്യേകിച്ചും അണ്ടർ 18 മൈനർ കുട്ടികളുടെ ആത്മഹത്യയുടെ വൺ ഓഫ് ദി റീസൺസ് ഇത്തരം ബുള്ളിങ് തന്നെയാണ്. അത് എവിടെ നിന്ന് ലഭിച്ചാലും അത് ഒരു കുട്ടിക്കും ആ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ വന്നു പോകരുത്. കാരണം അത് അത്രയും ഹതഭാഗ്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണെന്ന് പറയാം. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ ഉള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. റിസോഴ്സസ് തക്ക സമയത്ത് ഉപയോഗിക്കാനും കൂടെ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാണ്. ഖാദർ, ഇവിടെ നമ്മൾ ഈ സിനിമകളുടെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ പല കൊലപാതക കേസുകളിൽ ഇപ്പോൾ ദൃശ്യം വന്നപ്പോഴാണല്ലോ അങ്ങനെ ചിലത് കേട്ടു തുടങ്ങിയത്. ദൃശ്യം മോഡൽ കൊല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൊലപാതക കേസുകൾ കേട്ടു. ഏറ്റവും ഒടുവിൽ ഈ സൂക്ഷ്മദർശിനി എന്ന സിനിമ കണ്ടിട്ട്, അത് ഹൈദരാബാദിലാണ് കേട്ടോ, ഓൺലൈൻ മീഡിയയിൽ വന്ന വാർത്തയാണ്, ഹൈദരാബാദിൽ ഒരു കൊലപാതകം നടന്ന വാർത്ത പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായി പാൻ ഇന്ത്യ സിനിമയായി വന്നത് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ ആണ്. അങ്ങനെ ആ സിനിമകൾ, അതിൻ്റെ ക്രൈമിൻ്റെ ഒരു എലമെൻറ്റ്, ഞാൻ ആ സിനിമ കണ്ടതാണ്, എത്രത്തോളം ക്രൂരമാണ് ആ സിനിമ എന്നതും വളരെ പ്രധാനമാണ്. അങ്ങനെ സിനിമകളും അങ്ങനെ എല്ലാ തലത്തിലും, സിനിമകളെ മാത്രം കുറ്റപ്പെടുത്തില്ല, അങ്ങനെ എല്ലാ സ്ഥലത്തിലും സ്വാധീനിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ സമൂഹം എന്നുള്ളതും അതീവ ഗൗരവതരമല്ലേ? 100% ഞാൻ യോജിക്കുന്നു. സിനിമകളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതേസമയം ഇവിടെ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ സിനിമകൾ വരുന്നുണ്ട്. അത് കണ്ടിട്ട് ആരും നെഹ്റുവോ ഗാന്ധിയോ സുഭാഷ് ചന്ദ്രബോസോ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. അപ്പൊ നെഗറ്റീവ് ആംഗിൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് അതൊരു കാലഘട്ടത്തിന്റെ ഒരു പോക്കാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഈ പുഷ്പ 2-ലെ ഒരു രംഗം ഒരു സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികൾ പ്രകടമാക്കി എന്നൊക്കെ പറയുന്നില്ലേ, സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ഫിൽട്രേഷൻ കൊണ്ടുവരേണ്ട ആളുകൾ അവര് പല ഘട്ടങ്ങളിൽ അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ നേരത്തെ ഞാനൊരു ചെറിയൊരു ആപ്പുകളുടെ കാര്യം പറഞ്ഞു. കുറെ ഡേറ്റിംഗ് ആപ്പ്, അത് ഇത് ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ആവശ്യമാണ്. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു ഡേറ്റിംഗ് ആപ്പ്, ഈ ഡേറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പിൽ കയറുന്ന ആളുടെ വയസ്സ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 18 കഴിഞ്ഞ ഒരു കുട്ടിയാണോ എന്നത് എങ്ങനെയാണ് ഈ ഡേറ്റിംഗ് ആപ്പ് വ്യക്തമാക്കുക? ഒന്ന് ആലോചിച്ച്, എങ്ങനെയാ വ്യക്തമാക്കുക? അതിലിപ്പോ എന്താ കാണിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കയറാം, 7/9/1995 അടിച്ചു കൊടുത്താൽ പോലെ 2010 1995 7 മാസം സെപ്റ്റംബർ തീയതിക്കാണ് എന്റെ ജനനം എന്ന് പറഞ്ഞിട്ട് അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്പിന്റെ കണ്ണിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണത്. അപ്പൊ ഈ പറയുന്ന ആപ്പുകളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്ത് നിയന്ത്രണം കൊണ്ടുവരേണ്ടത് ആരാണ്? പോലീസ് സംവിധാനമാണ്, ഇവിടുത്തെ സിസ്റ്റമാണ്. ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്പുകളിൽ എത്ര വലിയ ന്യൂഡിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്ര കേസ് ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി? ഈ ആപ്പുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഏജൻസികൾ എന്ത് പണിയെടുക്കുകയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെറിയ കുട്ടികൾ, പ്രായപൂർത്തിയായവരെ അവരുടെ പാട്ടിന് വിടൂ. കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾ കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഇവിടെ ഇല്ലേ? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ന്യൂഡിറ്റി കാണിക്കുമ്പോൾ ആ ന്യൂഡിറ്റി കാണിക്കാൻ സ്കോപ്പാകുന്ന വേദിയാകുന്ന ആപ്പുകൾ നിയമപ്രകാരം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യത്തിന് വേദിയാകുന്ന ഒരിടമല്ലേ? അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുപോലെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ സംവിധാനം ഇവർ കൊണ്ടുവരില്ലേ? ഇത് എല്ലാ രീതിയിലും ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണ്ടി വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഭരണകൂടം ചെയ്യും. അതല്ലാതെ സാധാരണക്കാരന്റെ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, സാധാരണക്കാരന്റെ ഏറ്റവും താഴെയുള്ളവന്റെ വിഷയം കാണാൻ ഇവിടുത്തെ ഒരു സിസ്റ്റവും തയ്യാറാകുന്നില്ല. സിനിമ കൊലപാതകത്തിന് കാരണമാകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് പ്രേരണയാകുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. അതിനപ്പുറത്ത് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ. മാർക്കോ എന്ത് കഴിഞ്ഞാ വരുന്നത്? മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ എന്ത് കഴിഞ്ഞിട്ടാ വരുന്നത്? അതിന്റെ എല്ലാ ഫിൽട്രേഷനും കഴിയുമ്പോൾ ഇത് അപകടമുണ്ടാക്കും, സമൂഹത്തിൽ ഇത് പ്രശ്നമുണ്ടാക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു സിസ്റ്റം ഇല്ലേ? അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ പറയുന്നത് ഇതൊക്കെ പ്രശ്നമാകുമ്പോഴും ഇത് കൈകാര്യം ചെയ്യേണ്ട ആളുകളിൽ നിന്ന് വരുന്ന വീഴ്ച നമ്മൾ ചർച്ച ചെയ്യാതെ പോവാണ്. ഇപ്പൊ തൊപ്പി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അയാളുടെ പല കാര്യങ്ങളോടും പല സാഹചര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു, കാരണം അയാൾ അനുഭവിച്ച അവസ്ഥകളൊക്കെ നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അയാൾ ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്.
കഴിഞ്ഞ ദിവസം അയാൾ ഒരു വീഡിയോ ഇടുകയാണ്. എന്താണ് ആ വീഡിയോയിൽ പറയുന്നത്? ഉമ്മയെ കൊല്ലുന്നതൊക്കെ വലിയ തെറ്റാണ്, പക്ഷെ ഉപ്പയെ കൊന്നോളൂ. ഉമ്മയെ കൊല്ലുന്നതൊക്കെ വലിയ തെറ്റാണ്, പക്ഷെ ഉപ്പയെ കൊന്നോളൂ. ഇത്രയും അധികം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തൊപ്പി അയാളുടെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ലൈവിൽ വന്നിട്ട് പറയുന്ന കാര്യമാണ്. ശരി, സമയം കഴിഞ്ഞിട്ട് ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞു. എവിടെ ഇവിടുത്തെ സൈബർ സെൽ? തൊപ്പിയൊക്കെ ഇത്തരം ചില കാര്യങ്ങൾക്കൊക്കെ അകത്ത് കിടന്ന ആളാണ്. ഏറ്റവും നമുക്ക് അങ്ങനെ ഒരുപാട് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് അകത്ത് കിടന്നു, പക്ഷെ അവരൊക്കെ ഇപ്പോഴും സുഖമായി പുറത്തിറങ്ങുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു. പലർക്കും ഇൻഫ്ലുവൻസ് 10-15 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെയുള്ള ആളുകളാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ കുട്ടികളെയൊക്കെ അത്തരത്തിൽ സ്വാധീനിക്കുന്നു. ശ്രീ വി മോഹൻ, അവസാനമായി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറഞ്ഞു. നിങ്ങൾ നേരത്തെ അഭിസംബോധന ചെയ്തതുപോലെ കിക്ക് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് തന്നെ ഇതിനകത്തുള്ള ഒരു ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ്. ഇത്തരം ആളുകളെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ യഥാർത്ഥ യൂട്യൂബേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ടുവന്നിട്ടുള്ളത്. അത് നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്, അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ശ്രീ വി മോഹൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനിയും ഇതിന്റെ പുറകിലുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ്. കൊലപാതകത്തിൽ ഇയാൾ ഈ പറഞ്ഞ അമ്മാവനും മാത്രമാണോ, അമ്മയുടെ പങ്ക് എത്രത്തോളം അത്തരം കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ്. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തെ തൃപ്തിയാണല്ലോ അല്ലേ? തീർച്ചയായും പോലീസിൻ്റെ അന്വേഷണം വളരെ തൃപ്തികരമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. തീർച്ചയായും ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് നിങ്ങൾ പ്രത്യാശിക്കുന്നത്. അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശ്രീ സക്കറിയ ജോർജ്, ഈ ഇൻഫ്ലുവൻസിങ് എന്നുള്ളത് പല മേഖലകളിൽ നിന്നുള്ള സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷമാണ് എന്ന് മാത്രം കരുതാമോ? ഇപ്പം നേരത്തെ ശ്രീ എൽസി ഉമ്മനൊക്കെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സിനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഈ യൂട്യൂബേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് മാത്രമാണ് എന്ന് കരുതാമോ? അതും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരം ക്രൈം കൂടിയതിൽ എന്നതിലും ഒരു കൃത്യതയുണ്ടല്ലോ. നമുക്ക് ആവശ്യം കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷനും ക്യാരക്ടർ മോൾഡിങ്ങും വളരെ അത്യാവശ്യമാണ്. അത് സ്കൂൾസിലും ആവശ്യമാണ്, വീടുകളിലും ആവശ്യമാണ്. കാരണം ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞു സ്കൂളിലാണ് കൂടുതൽ ടൈമും. പക്ഷേ പിള്ളേർ രാത്രി വന്ന് പഠിക്കാനൊക്കെ ഇരുന്നിട്ട് തെറ്റുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പേരൻസിനെ പാവപ്പെട്ടവരെയൊക്കെ പറ്റിച്ചിടും. അവർ ഹോൾ ഡേ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബ്രെഡ് വിന്നിങ് പ്രോസസ്സിന് ആഹാരം തേടിയൊക്കെ പോയിട്ട് അവർ ക്ഷീണിച്ചൊക്കെ കിടക്കുമ്പോൾ ഇവന്മാരിരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതൊക്കെ കാണിക്കാനുള്ളത് ചെയ്യും. നമുക്ക് ആവശ്യം ക്യാരക്ടർ ഫോർമേഷനാണ്. ഇപ്പം നമ്മൾ വീടുകളിൽ ആഹാരമുണ്ട്, ചിലപ്പം പച്ചക്കറിക്കൊക്കെ അടിക്കുന്ന കീടനാശിനി എലിവിഷമൊക്കെ അവിടെ വെച്ചേക്കും. ഈ അമ്മമാരെല്ലാം അവരെ പറഞ്ഞു പഠിപ്പിക്കും, ഇത് എടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, ഇത് തൊടാം എന്ന് പറഞ്ഞ പോലെ വിഷം എടുത്ത് കുട്ടികളാരും കഴിക്കുന്നില്ലല്ലോ, ആഹാരം മാത്രമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവരെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള വിവേകം, വിസ്ഡം ഓൺ യങ് ഷോൾഡേഴ്സ്, ഞാനൊരു നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്തതാണ്, വിസ്ഡം ഓൺ യങ് ഷോൾഡേഴ്സ്. ചെറു പ്രായത്തിൽ തന്നെ വിവേകം ഉണ്ടാക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കുണ്ട്, പേരൻസിനുണ്ട്, പോലീസിന്, കമ്മ്യൂണിറ്റി പോലീസിൻ്റെ ഭാഗമുണ്ട്, പൊതുസമൂഹത്തിനുമുണ്ട്. ഇങ്ങനൊരു കാര്യം ചെയ്താലേ കാര്യങ്ങൾ വരുള്ളൂ. പിന്നെ നല്ലത് ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക്. അപ്പോൾ എന്താണ് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കാര്യങ്ങൾ എടുക്കേണ്ടത്, എന്ത് റബ്ബിഷ് നമ്മൾ എടുക്കരുതെന്നും. ചിലപ്പോൾ ഈ റബ്ബിഷിലൊക്കെ പോയാൽ അവർ ട്രാപ്പിലാകും. ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറുമായിട്ട് ഇരുന്നാണ്, വനിതാ സെൽ AIGയുമായിട്ട് ഇരുന്നാണ്. ഈ വനിതാ സെൽ AIG എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നമാണ്. ബാലാവകാശ കമ്മീഷനിൽ ചെന്നാൽ, വനിതാ കമ്മീഷനിൽ ചെന്നാൽ അവിടെയൊക്കെ മൊത്തം പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് നല്ലൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗവേണൻസ് ഇല്ല. ഈ വക പ്രശ്നങ്ങൾക്ക് സമൂഹത്തിലെ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാം കൂടെ കണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മുടെ ഒരു ശ്രീ ഖാദർ അദ്ദേഹം വളരെ പ്രയാസത്തോടു കൂടി പറയുന്നു, കിക്ക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളാരും ഇവരെ പോലെ വർക്ക് ചെയ്യുന്നവർ ഈ സമൂഹത്തിലുള്ള യഥാർത്ഥ ഇഷ്യൂസ് പഠിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ IASകാർ വിചാരിക്കുന്നത് അവർ സൂര്യനും ചന്ദ്രനും ഒക്കെ മേളിലാണെന്ന്. അതിനെ മേളിലെന്നാണ് നമ്മുടെ മന്ത്രിമാരും MLAമാരും ഒക്കെ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഡിസ്റ്റിലറി ബ്രൂവറിക്ക് പുറകെയാണ് നടക്കുന്നത്. അവിടുത്തെ യുവമന്ത്രി അന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ ഈ ചെന്താമരയെ കൊല്ലുന്ന കാര്യങ്ങളും പോലീസ് ആക്ടിവിറ്റിയും ഒക്കെ നോക്കാം. കാര്യം മുഖ്യമന്ത്രി പ്രായമായി, അദ്ദേഹം രോഗബാധിതനൊക്കെയാണ്. ഗുഡ് ഗവർണൻസിന്റെ പ്രായമായിട്ട് അദ്ദേഹത്തിന് ചുറുചുറുക്കുള്ള മന്ത്രിമാരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ജില്ലയ്ക്കും ഓരോ മന്ത്രിയുണ്ട്.
അവർ പീരിയോഡിക്കലായിട്ട് ഈ സിസ്റ്റത്തെ എല്ലാം വിളിക്കണം. DD-മാരെയും പോലീസ് ചീഫിനെയും ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനെയും കളക്ടറെയും ഒക്കെ വിളിച്ചിട്ട് ആ ജില്ലയിലെ ഇതിപ്പറ്റി അവലോകനം ചെയ്യണം. കാരണം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കുത്തഴിഞ്ഞു പോയ പോലെ, ഈ സുനാമി വന്ന് നാട് മുങ്ങി പോയതുപോലെ ശ്രീലങ്കയിലൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടായത്. അതുപോലെ ഇതെല്ലാം നശിച്ച് നാശമായി പോകും. ശരി, ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞു, മുല്ലപ്പെരിയാർ സമയക്കുറവുണ്ട് സാർ, ഞാൻ ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കണം. നമുക്ക് അടുത്തൊരു ചർച്ചയിൽ വിശദമായി സംസാരിക്കാമെന്ന് കരുതുന്നു. നന്ദി ശ്രീ ഖാദർ കരിപ്പൊടി, ഒപ്പം ശ്രീ സക്കറിയ ജോർജ്, ശ്രീ ഡോക്ടർ LC ഉമ്മൻ, ഒപ്പം B മോഹനൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും കാര്യങ്ങൾ നമ്മൾ ഒട്ടും സുഖകരമല്ല സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചർച്ചകൾ പോലും സംഘടിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു വൈഷമ്യം കൂടി പങ്കുവെക്കുകയാണ്. ചർച്ച പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.